പശയാണ്, എപ്പോൾ വേണേലും ഒട്ട. നല്ലൊരു പരിപാടിയായിരുന്നു. അവിടെ ഒരു പോസേ റീബർത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആയിട്ടാണ് ഇപ്രാവശ്യം അച്ചു ടിജോ ചേട്ടന് വന്നിട്ടുള്ളത്. സംതിങ് ന്യൂ അല്ലെങ്കിൽ സംതിങ് that we don't do normally for a normal shoot. എന്റെ കോൺഫിഡൻസ് ഉറപ്പായിട്ടും ക്രൂ തന്നെയായിരുന്നു. നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ചെയ്യാനൊരു പ്ലാറ്റ്ഫോം. ഔട്ട്പുട്ട് എന്തായിരിക്കും കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. റീബർത്ത് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് മേ ബി നമ്മള് യു ഹാവ് ദിസ് അപ്സ് ആൻഡ് ഡൗൺസ് ഇൻ ദ നമ്മുടെ എല്ലാവരുടെയും കരിയറിലും ലൈഫിലും ഒക്കെ ഉള്ള. അപ്പൊ മേ ബി അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എപ്പോഴോ ഇരുന്നപ്പോ ചിന്തിച്ച് തുടങ്ങിയ ഒരു സംഭവമായിരിക്കും നമ്മൾ ഡെവലപ്പ് ചെയ്ത് ഇന്ന് റീബർത്ത് എന്ന് പറയുന്ന ഒരു ഫുൾ ഫ്ലെജ്ഡ് കോൺസെപ്റ്റിലോട്ട് എത്തിയിരിക്കുന്നത്. അച്ഛനോട് ബ്രീഫ് ചെയ്യാൻ നമ്മള് ഇതുവരെ അങ്ങനെ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ ഗൂഗിൾ മീറ്റിൽ ഇരുന്നായിരുന്നു. അപ്പം ആ സമയത്ത് ചോദിച്ച 2 ഡിഫിക്കൽട്ട് ഏരിയ പുള്ളിക്കാരത്തി ഓക്കെ ആണോ എന്നുള്ളതായിരുന്നു ചോദിക്കേണ്ടത്. ഫസ്റ്റ് വൺ വാസ് അബൌട്ട് ഫെവിക്കോൾ. അത് ഉറപ്പായിട്ടും പുള്ളിക്കാരത്തിക്കും വലിയ ഒരു ക്ലിയർ പിക്ചർ ഉണ്ടാവില്ല. ലൈക്ക് ഇത് ഇച്ചിരി പ്രോസസ് ഇച്ചിരി സഫോക്കേറ്റിംഗ് ആയിരിക്കും, നമ്മൾ ഫുൾ ബോഡിയിലും ഫെവിക്കോൾ ചുറ്റും ഫെവിക്കോൾ വരാൻ നേരത്ത് എന്നുള്ളത്. പക്ഷേ ഷി വാസ് like very okay doing it. And ഫെവിക്കോളിന്റെ ലാസ്റ്റത്തെ ഷൂട്ടിന് it was the whole idea, like even the pictures, how it came out, it looks so good, but behind all of this there's me towards the end suffocating, and then the whole team really helped me out to take off the whole thing. എല്ലാത്തിനും ഭയങ്കരമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തു. And it felt like a whole family trying to be there, take care of me during the whole shoot. So it felt really safe and it felt really nice. സെക്കൻഡ് തിങ് ആക്ച്വലി എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. മുടി ഷേവ് ചെയ്തതിന് ശേഷം കുറച്ച് വളർന്നു വന്ന ഒരു സ്റ്റേജിലായിരുന്നു. അപ്പൊ വളർന്നു വന്നത് വെച്ചിട്ട് നമ്മുടെ ലാസ്റ്റ് സ്റ്റേജ് വെച്ചിട്ട് റിവേഴ്സിൽ പോകാൻ നേരത്ത് പിന്നെയും ഇത് ഷേവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. Each phases ചെയ്യുന്ന സമയത്ത് my hair went shorter and shorter and I was totally up for it because ഒരു വട്ടം ഞാൻ ഓൾറെഡി മൊട്ടടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ വീണ്ടും എനിക്ക് അടിക്കാനായിട്ട് ഇങ്ങനെ കാത്തിക്കുന്ന സമയത്താണ് അച്ഛൻ്റെ അടുത്ത് ഈ ഐഡിയ ആയിട്ട് വന്നത്. ആൻഡ് ഐ വാസ് ലൈക്ക് ടോട്ടലി ഗെയിം ഫോർ ഇറ്റ്. ആൻഡ് ഇപ്പത്തെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. ഫോട്ടോഗ്രാഫി ഡിപ്പാർട്ട്മെന്റിൽ ഇപ്രാവശ്യം എനിക്ക് ലൈറ്റിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ആ കോൺസെപ്റ്റ് പറഞ്ഞത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൽ ടിജോ ചേട്ടൻ അത് എങ്ങനെയാണത് വിഷ്വലൈസ് ചെയ്തതെന്നുള്ള പുള്ളിയുടെ ഒരു പെർസ്പെക്റ്റീവിലുള്ള ലൈറ്റിങ്ങും ഷോട്ട്സും ആംഗിളും എല്ലാം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇപ്പോൾ ഫോട്ടോഗ്രാഫി സൈറ്റിലാണെങ്കിൽ ഇപ്പോൾ എൻ്റെ കൂടുതലുള്ള നമ്മുടെ ടീം അവർ രാവിലെ നമ്മൾ ഔട്ട്ഡോർ ഷൂട്ട് കഴിഞ്ഞ് വന്നിട്ട് ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേട്ടാ എങ്ങനെയാണ് നമ്മൾ ലൈറ്റപ്പ് ചെയ്യുക. അപ്പം ഞാനിവിടെ വെറുതെ ഇരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വിനിച്ചേട്ടൻ നമ്മുടെ ആർട്ടിൽ നിന്ന് വിനിച്ചേട്ടൻ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭിത്തിക്കൊക്കെ. ഞാൻ പറഞ്ഞു നമ്മൾ പെയിൻറ്റ് കഴിയട്ടെ, മൊത്തം കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം. അതായത് ബേസിക്കലി ഞാൻ ഇത്തരം കോൺസെപ്റ്റ് സാധനങ്ങൾ അല്ലെങ്കിൽ കഥകൾ പറയാനുള്ള സാധനങ്ങൾക്ക് നേരത്തെ ലൈറ്റിങ്ങോ പരിപാടികളോ ഒന്നും പ്ലാൻ ചെയ്യാറില്ല. ബേസിക് ഐഡിയ നമ്മൾ ഞാൻ വെച്ചു ഒക്കെ നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ബാക്കിയുള്ളത് അതങ്ങ് സംഭവിച്ചു വരിക എന്ന് പറയുന്നൊരു പോയിന്റ് എത്തും. അത് ആർട്ടിസ്റ്റ് ഒക്കെ അവിടെ മേക്കപ്പ് ഇട്ട് റെഡിയായി വരുമ്പോഴത്തേക്കും അവസാന ഒരു സമയത്താകുമ്പോഴത്തേക്കും നമുക്ക് ഒരു സാധനം വരും, ഇന്നെങ്ങനെയാണ് പോകേണ്ടതെന്നുള്ളത്. ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ലൈറ്റിലാണ് ഷൂട്ട് ചെയ്തിരിക്കുക. കുറച്ച് മിറേഴ്സും കയ്യിലിരിക്കുന്ന അവിടെ ഇവിടേക്ക് ഇരിക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് രസകരമായിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പം നമുക്ക് സംഭവിക്കുന്ന ചില സാധനങ്ങളാണ്. ഇതൊന്നും നേരത്തെ പ്ലാൻ ചെയ്തിട്ടുള്ള പരിപാടികൾ പോലുമല്ല. അത് ഓരോ കഥയ്ക്ക് അനുസൃതമായിട്ടുള്ള ലൈറ്റ് കഥകൾ ഒക്കെ അതങ്ങനെ സംഭവിക്കും എന്നുള്ളതാണ്. അല്ലാതെ പ്ലാൻ ചെയ്ത് ഷൂട്ട് ചെയ്യുക എന്നുള്ള പരിപാടി ഇത്തരം കഥകൾ ചെയ്യുന്നതിന് അത് ഇപ്പോഴും എനിക്കില്ല, പണ്ടുമില്ല. നമ്മളെപ്പോഴും ബൊഹീമിയന്റെ സീരീസിൽ ഈ ഫോട്ടോഷൂട്ടും വീഡിയോവും തമ്മിലൊരു ബാലൻസ് ഉണ്ടാവണം. ആ ഒരു പരിപാടി ഇപ്രാവശ്യം വീഡിയോയിൽ ഭയങ്കര സക്സസ്ഫുള്ളി ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫോട്ടോവും വീഡിയോവും ഒരു ബാലൻസിൽ തന്നെയാണ് ഇപ്രാവശ്യം നവീൻ എടുത്തേക്കുന്നത്. ബൊഹീമിയൻ ഗ്രൂവായിട്ട് ഞാൻ അസോസിയേറ്റ് ചെയ്യുന്ന ഫസ്റ്റ് വിസ്ക് എന്ന് പറഞ്ഞ പ്രൊജക്റ്റിലാണ്. അച്ചുവേട്ടനായിട്ട് ഫസ്റ്റ് വർക്ക് ചെയ്യുന്നത് അതാണ്. അപ്പം അതിനുശേഷം കണ്ടിന്യൂസ്ലി എനിക്കൊന്നൊരു 3rd അല്ലെങ്കിൽ 4th ബൊഹീമിയനാണ് ഇപ്പം ചെയ്യുന്നത്. ഈ ഷൂട്ടിന് റീബർത്ത് എന്ന കോൺസെപ്റ്റാണ് അച്ചുവേട്ടൻ ഇതിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പം ഇൻ ഫ്രെയിം ഐശ്വര്യാണേലും നമ്മൾ ഇതുവരെ കാണാത്തൊരു ലുക്കിൽ ട്രിംഡ് ഹെയർ ഒക്കെ ആയിട്ട്, അപ്പം ഇൻ ഫ്രെയിം നമ്മൾ മാക്സിമം അതിനൊരു ബ്യൂട്ടിഫൈഡ് വേർഷനിൽ കാണിക്കുന്നതായിരുന്നു ഞങ്ങൾക്കും ഇതിലൊരു എക്സൈറ്റിംഗ് എലിമെന്റ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതിൽ ഫോട്ടോസും വീഡിയോസും നമ്മൾ ഓൾമോസ്റ്റ് പാരലലി ആണ് ഓരോ
സെറ്റപ്പും എടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ അതൊക്കെ നമ്മളൊരു നോർമൽ ഷൂട്ടിൽ എപ്പോഴും ചെയ്യാത്ത രീതിയിലുള്ള കുറച്ച് പരിപാടികളാണ് എനിക്കെപ്പോഴും ബൊഹീമിയൻ ഗ്രൂപ്പ് ആ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് എപ്പോഴും ഉണ്ടാകുന്നത്. ഈ ഏറ്റവും ഷോർട്ട് സ്പാനിലൊരു പരിപാടി പിടിക്കാൻ നേരത്ത് നമുക്ക് ക്രൂ ആൾക്കാരൊക്കെ ഉണ്ട്. ഇനി ഹൗ ഡു യു ഗെറ്റ് ഇറ്റ് ടുഗെദർ? ആ സമയത്താണ് നമുക്കൊരു പ്രൊജക്ട് ഡിസൈനറിന്റെ ഏറ്റവും വലിയ ആവശ്യം വരുന്നത്. അപ്പം അത് കൃജ ഭയങ്കര സ്മൂത്ത് ആയിട്ട് ഇന്ന് രാവിലെ ഒരു 4 മണി തൊട്ട് രാത്രി സമയം വരെ അതിങ്ങനെ സ്മൂത്ത് ആയിട്ട് ഹാൻഡിൽ ചെയ്യാനും വേറെ ടെൻഷൻസ് നമ്മുടെ ക്രൂ മെമ്പേഴ്സിന് തരാണ്ടിരിക്കാനും എല്ലാം സ്മൂത്ത് ആയിട്ട് പോകാനുള്ള കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി ചെയ്യാനുണ്ടായിരുന്നു. രാവിലെ ഔട്ട്ഡോർ ആണ് ഷൂട്ട് ചെയ്തത്, ഏർലി മോർണിംഗ്. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യുന്നത്. കാരണം മഴ, വെള്ളം ഇതിൻ്റെ ഒക്കെ ഇടയിൽ നിന്നിട്ടാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് സ്റ്റുഡിയോയിലാണ് ഷൂട്ട് ചെയ്തത്. ഭൂരിഭാഗം ഭാഗവും സ്റ്റുഡിയോയിൽ തന്നെയായിരുന്നു ഷൂട്ട്. കുറച്ച് ഭാഗ്യം ഔട്ട്ഡോർ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ സ്റ്റുഡിയോയിലാണെങ്കിലും നമ്മുടെ ആർട്ട് ടീം മനു ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ഷൂട്ടിന് വേണ്ടിയിട്ട്. അതേപോലെ ഞാൻ പേരെടുത്ത് പറയാത്ത ഒരുപാട് പേരുണ്ട്, ഞാനത് പിന്നെയും പറയുകയാണ്. അപ്പം എല്ലാവരുടെയും കൂടെ ഒരു ഗ്രൂപ്പ് വർക്കിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പ്രൊജക്ട് നിങ്ങളുടെ മുന്നിലോട്ട് എത്തുന്നത്. കോസ്റ്റ്യൂം സൈഡിൽ ഇതുപോലെ ഗ്രഡേഷൻസ് അല്ലെങ്കിൽ ഷെയ്ഡ്സ് ഓഫ് എ പെർട്ടിക്കുലർ കളർ എന്നുള്ള ബ്രീഫ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതേപോലെ തന്നെ ഒരു 3 ഷെയ്ഡിൽ ആണ് നമ്മൾ കോസ്റ്റ്യൂംസ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ബൊഹേമിയൻ ഗ്രൂപ്പ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് അച്ചു എന്നോട് ഈ കോൺസെപ്റ്റ് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. അതിന് വേണ്ടിയിട്ട് കുറച്ച് വർക്ക് ചെയ്തായിരുന്നു. ലൈക്ക് കളർ, ഈ ലൈഫിന്റെ ഒരു സ്റ്റേജസ് ആയതുകൊണ്ട് നമുക്ക് അതിൽ കളറിലും വരണം എന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ ഒരു ഡാർക്ക് ടു ലൈറ്റ് ഒരു ഗ്രഡേഷൻ വരുന്ന രീതിയിലാണ് നമ്മളത് വർക്ക് ചെയ്തത്. ഒരു 3 ഔട്ട്ഫിറ്റ്സ് ആണ് മെയിനായിട്ട് ചെയ്തത്. ഒരു ഔട്ട്ഫിറ്റ് ശരിക്ക് ഡ്രേപ്പിംഗ് ആണ് മെയിനായിട്ട് ചെയ്തിട്ടുള്ളത്. ഫുൾ ഔട്ട്ഫിറ്റ് ഫുൾ ഡ്രേപ്പിംഗ് രീതിയിലാണ് ചെയ്തേക്കുന്നത്. മേക്കപ്പിൽ ഇതുപോലെ നമ്മൾ റിവേഴ്സ് ഓർഡറിലാണ് ഷൂട്ട് ചെയ്തത്. അപ്പം മേക്കപ്പ് ആൻഡ് ഹെയർ ഡിപ്പാർട്ട്മെന്റ് പ്രഗ്യായിരുന്നു ഹാൻഡിൽ ചെയ്തത്. അപ്പം ഈ ഹെയറിന്റെ കാര്യം വരുവാണെങ്കിലും ഒരു ഗ്രോൺ ഹെയറിൽ നിന്ന് ഇങ്ങനെ പോയി ക്ലീൻ ഷേവ് വരെ എത്തുന്ന പോലത്തെ ഒരു സ്റ്റേജസ് ഉണ്ടായിരുന്നു. അപ്പൊ അത് ഭയങ്കര നല്ലോണം ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെന്റെ 3ാമത്തെ ബൊഹീമിയൻ പ്രൊജക്റ്റ് ആണ്. കോൺസെപ്റ്റ് വളരെയധികം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു തീമാണ്. അതുപോലെ ലച്ചു ഭയങ്കര കോർപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. സോ ഇന്നത്തെ ഷൂട്ട് അടിപൊളിയായിരുന്നു. ഇതുവരെ ചെയ്തതിൽ മേക്കപ്പ് വെച്ച് നോക്കുമ്പം ഞാൻ വളരെയധികം ത്രിൽഡ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് കോൺസെപ്റ്റും കൂടിയാണ്. സോ ഐ എം വെയിറ്റിംഗ് ഫോർ ദ ഔട്ട്. മനുവിനെ നമ്മൾ ഇതിന്റെ ആർട്ടിന്റെ പരിപാടി ഏൽപ്പിക്കാൻ നേരത്ത് ഭയങ്കര ക്ലിയർ പിക്ചറായിട്ട് എല്ലാം നമുക്ക് പറയാനായിട്ട് അത്രയും പറ്റുന്നൊരു സ്റ്റേജിലായിരുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കോൺഫിഡന്റ് ഇത് ചെയ്യ് എന്ന് നമ്മൾ പല ഷൂട്ടിലും പറയുന്ന പോലെ ബ്രീഫ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം ടിജോ സാറാണ് അപ്പം എന്നോട് ഈ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് പറയേണ്ടത്. അങ്ങനെ ഞാൻ അച്ചുചേട്ടനെ മീറ്റ് ചെയ്യാണ് ചെയ്തത്. സോ കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഒരു റീബർത്ത് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. ഞങ്ങളപ്പോൾ ഇതെങ്ങനെ പുൾ ഓഫ് ചെയ്യുമെന്ന് ഓർത്ത് കുറേ സാധനങ്ങൾ പരീക്ഷിച്ച് നോക്കിയായിരുന്നു. അവസാനമാണ് ഈ ഫെവിക്കോൾ എന്നുള്ളൊരു തീമിലേക്ക് വന്നത്. കണ്ണൻ്റെ അടുത്ത് ഇതുപോലെ നമ്മൾ ഡിസ്കസ് ചെയ്ത് അതിന്റെ കോൺസെപ്റ്റും പരിപാടിയൊക്കെ പറഞ്ഞ് അങ്ങനെ ഡീറ്റെയിലിൽ പോയപ്പോഴാണ് ഈ ഒരു ഫെവിക്കോളിന്റെ ഐഡിയ ഇങ്ങനെ ഒന്ന് ഓണായി വന്നത്. അപ്പം അവിടെ നിന്നാണ് പിന്നെ നമ്മളത് ടേക്ക് ഫോർവേഡ് ചെയ്ത് സെറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ട് ചെയ്തത്. ഈ ഒരു കൺസെപ്റ്റ് പറഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് അച്ചു തന്നെ ഇനീഷ്യലുള്ള ഐഡിയാസൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ആ ഒരു ഷോട്ട് പറഞ്ഞതിൽ ഒരു റീബർത്ത് എന്ന് പറഞ്ഞൊരു സാധനത്തിലൊരു ഒരു ബട്ടർഫ്ലൈ കക്കൂൺ പൊട്ടിച്ച് വരണ പോലത്തെ ഒരു ഫീല് എനിക്ക് മൈൻഡിൽ തോന്നിയപ്പോഴാണ് ഞാൻ ഈ ഫെവിക്കോളിൻ്റെ SHൻ്റെ ഒരു ഗമ്മിൻ്റെ കാര്യം പറഞ്ഞത്, ഒരു സജഷൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ അതിനെ ആസ്പദമായിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെഫറൻസ് ഇമേജുകളൊക്കെ എടുത്ത് എന്നിട്ടാണ് പിന്നെ അത് വർക്കൗട്ട് ചെയ്തപ്പോൾ ഇങ്ങനെ ആയത്. റീബർത്ത് എന്ന് പറയണത് അത് ഈ കോൺസെപ്റ്റിൻ്റെ പേരുമാണ് ഒരു പരിധി വരെ. പിന്നെ ഒരു 1-2 വർഷമായിട്ട് നമ്മൾ ബ്രേക്ക് ആയി പോയടത്ത് നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്ന പരിപാടിയാണ്. I am so happy with the shots. I'm so happy with how the outcome has come. Then, that's it. Bye. Thank you.